അർച്ചന, താൻ ഇത്രയ്ക്ക് സില്ലി ആവല്ലേ. അച്ഛൻ ഇറങ്ങിപ്പോയത് തന്റെ കുറ്റം കൊണ്ടൊന്നുമല്ല. അത് തന്നെ ഏട്ടാ ഞാനും പറഞ്ഞുകൊണ്ടിരിക്കുന്നെ. എന്നിട്ടും കണ്ടില്ലേ, കരച്ചിൽ നിർത്തുന്നേ ഇല്ല. അവന്റെ അടുത്ത് അങ്ങനെ പറഞ്ഞതിലൊന്നും അല്ല എന്റെ വിഷമം. സ്വന്തം മക്കളെക്കാൾ കൂടുതൽ എന്നെ സ്നേഹിച്ച ആളാ നമ്മുടെ അച്ഛൻ. ഇന്നലെ വരെ അച്ഛന്റെ എല്ലാ കാര്യത്തിനും ഞാൻ വേണമായിരുന്നു. ആ അച്ഛനാ എന്റെ ജീവിതത്തിൽ ഒരു നല്ല മുഹൂർത്തത്തിൽ നിന്നും ഇറങ്ങിപ്പോയത്. മറ്റാരെന്നെ കുറ്റം പറഞ്ഞാലും എനിക്കൊരു വിഷമവുമില്ല. പക്ഷെ അച്ഛൻ എന്നെ മനസ്സിലാക്കുന്നില്ലല്ലോ എന്ന് ഓർക്കുമ്പോഴാ എന്റെ സങ്കടം. അർച്ചന, സച്ചേട്ടാ, എന്തൊക്കെ സംഭവിച്ചാലും അച്ഛനില്ലാതെ ഈ ചടങ്ങ് എനിക്ക് വേണ്ട. ധനുഷും സന്ദീപും കൂടെ അച്ഛനെ ഉടൻ തന്നെ വിളിച്ചോണ്ട് വരും. വരട്ടെ. എന്നിട്ട് അച്ഛൻ ഈ ചടങ്ങിൽ പങ്കെടുക്കുന്ന ഉറപ്പ് കിട്ടിയാൽ മാത്രം ഈ ചടങ്ങ് നടത്തിയാൽ മതി. ഇല്ലെങ്കിൽ ഈ ചടങ്ങ് വേണ്ട, എല്ലാം അങ്ങ് നിർത്തി വെച്ചേക്ക്. ഇതെല്ലാം എന്റെ വിധിയാണെന്ന് ഞാൻ കരുതിക്കോളാം. താൻ അങ്ങനെ ഒരു തീരുമാനം എടുക്കാൻ വരട്ടെ. അച്ഛന് വാശിയുണ്ടെങ്കിൽ അതേ അച്ഛന്റെ മകനാ ഞാനും. എനിക്കുണ്ട് വാശി. ഈ വളകാപ്പ് ചടങ്ങ് നടത്തേണ്ടത് ഒരു ഭർത്താവെന്ന നിലയിൽ എന്റെ കടമയാ. അത് നടത്തണ്ടെന്ന് പറയാൻ ആർക്കും ഇവിടെ അവകാശമില്ല. എന്റെ കുഞ്ഞിനെ പ്രസവിക്കാൻ പോകുന്ന അമ്മയാണ് താൻ. തന്റെ കുഞ്ഞിന്റെ സന്തോഷം എനിക്ക് ഏറ്റവും വലുത്. അതിനപ്പുറം എനിക്കൊന്നുമില്ല. നമ്മുടെ ഭാഗത്തുനിന്ന് ഒരു നിമിഷം ചിന്തിച്ചു നോക്കാൻ അച്ഛൻ എന്താ കഴിയാത്തത്? കമ്പനിയിൽ തീപിടുത്തം ഉണ്ടായതും ആളുകൾ മരിച്ചതും ഒക്കെ ശരി തന്നെയാ. പക്ഷേ നമ്മുടെ ജീവിതത്തിൽ ഒരിക്കൽ മാത്രം സംഭവിക്കുന്ന ഒരു ചടങ്ങല്ലേ ഇത്. ഇനി എത്ര കുഞ്ഞുങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ജനിച്ചാലും ഈ ചടങ്ങ് നമുക്ക് തിരിച്ചു കിട്ടില്ല. എന്റെ കുഞ്ഞിനോട് ഞാൻ കാണിക്കേണ്ട കടമയാ. അത് നിറവേറ്റേണ്ടത് എന്റെ ഉത്തരവാദിത്വമാണ്. അതിന് വാശി പിടിക്കണമെങ്കിൽ ഞാൻ വാശി പിടിക്കും. അച്ഛൻ അത് മനസ്സിലാക്കുകയാണ് വേണ്ടത്. സച്ചേട്ടൻ പറയുന്നതെല്ലാം ശരിയാ. പക്ഷെ ഇതൊരു കൂട്ടുകുടുംബം. ഈ വീടിന്റെ നാഥനാ അച്ഛൻ. അച്ഛന്റെ മനസ്സിനെ വേദനിപ്പിച്ചോണ്ട് ഇവിടെ ഒന്നും നടക്കാൻ പാടില്ല. സച്ചേട്ടൻ എന്തു പറഞ്ഞാലും അച്ഛൻ വരാതെ ഞാൻ ഈ ചടങ്ങിൽ പങ്കെടുക്കുന്ന പ്രശ്നമില്ല. അത് അർച്ചന, വേണ്ട. ഇനി സച്ചേട്ടൻ എന്നോടൊന്നും പറയണ്ട. എന്റെ തീരുമാനത്തിൽ നിന്ന് ഞാൻ പിന്മാറില്ല. അച്ഛനില്ലെങ്കിൽ ഈ ചടങ്ങും ഇല്ല.